നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ സൗന്ദര്യത്തിന് പുരാതന കാലം തൊട്ടേ മനുഷ്യർ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ. ഒരു ചെറിയ പാടോ കുരുവൊക്കെ വന്നാൽ തന്നെ മിക്ക ആളുകളും വളരെയധികം അസ്വസ്ഥരാകുന്നതായിട്ട് കാണാറുണ്ട്. മുഖ സൗന്ദര്യത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സയെക്കുറിച്ചൊക്കെ ആയുർവേദ ശാസ്ത്രത്തിലും ധാരാളം വിവരണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല മരുന്നുകളും വിപണിയിൽ ഇറങ്ങുന്നുമുണ്ട്. അത്തരത്തിൽ വളരെയധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ആയുർവേദിക് കോസ്മെറ്റിക് പ്രൊഡക്റ്റായ കുങ്കുമാതി തൈലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ധാരാളം വീഡിയോകളും ഇതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആയുർവേദ്യ ഫാർമസിയുടെ കുങ്കുമാതി തൈലത്തിന് ചില പ്രത്യേകതകളുണ്ട്. മാർക്കറ്റിംഗ് അല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇതിലെ പ്രത്യേകതകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമുക്ക് വഴിയെ പറയാം. കുങ്കുമാതി തൈലം അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 40 മുതൽ 800 രൂപ വരെ വെച്ച് വ്യത്യസ്ത ബ്രാൻഡുകൾ ഇത് ഇറക്കുന്നുണ്ട്. AUPയുടെ 5 ml 230 മറ്റോ ആണ് വരുന്നത്. ഇത്രയും വില കൂടാനുള്ള കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന വിശിഷ്ട വസ്തുക്കളാണ്. താമര, നീലത്താമര, കുങ്കുമപ്പൂ തുടങ്ങിയ പുഷ്പങ്ങളുടെ ഭാഗങ്ങൾ, ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ നല്ല വില കൂടിയ മരുന്നുകളാണ്. കൂടാതെ രാമച്ചം, കോലരക്ക്, പേരാല്, മഞ്ചട്ടി തുടങ്ങിയവയൊക്കെ അടങ്ങുന്നതാണ് ഇതിൽ. ഭൈഷജരത്നാവലി എന്നുള്ള ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് ആയുർവേദ ഫാർമസി ഈ ഒരു മരുന്ന് നിർമ്മിച്ചു വരുന്നത്. അത് മറ്റ് ചില പ്രധാന ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദശമൂലം പോലെയുള്ള മരുന്നുകൾ കൂടുതലായിട്ട് അടങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ്. എള്ളെണ്ണയിലാണ് ഇത് കാച്ചുന്നത്. പാലും ഇതിൽ ചേർക്കുന്നുണ്ട്. ആട്ടുംപാലാണ് ശരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും മുഖചർമ്മത്തിന് വളരെയധികം ഉത്തേജനം നൽകുന്നതാണ്. പ്രധാനമായും പിഗ്മെൻറ്റേഷൻ പ്രോബ്ലംസ്, അതായത് കരിമുഖം, കരിമംഗല്യം, ഡാർക്ക് സർക്കിൾസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾക്കാണ് ഈ ഒരു തൈലം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ചില ആളുകൾക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവിളത്തൊക്കെ കറുത്ത പാടുകൾ വരുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ കണ്ണിന് ചുറ്റും കറുത്ത സർക്കിൾസ് വരാം. കൂടാതെ മുഖത്ത് മുഴുവൻ ഒരു കരിവാളിപ്പ് ബാധിക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അത്തരം അവസരങ്ങളിൽ നസ്യത്തിനും ഈ ഒരു തൈലം ഉപയോഗിക്കാറുണ്ട്. നസ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പ്രായാധിക്യം അറിയുന്നത് പലപ്പോഴും മുഖത്ത് ചുളിവുകൾ വരുമ്പോഴാണ്. ചുളിവുകൾ വന്നു തുടങ്ങിയ ശേഷം ഈ ഒരു തൈലം ഉപയോഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു 30-40 വയസ്സ് ആവുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒരു റുട്ടീനാക്കുകയാണെങ്കിൽ ആ ഏജിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുന്നത് തടയാൻ സാധിക്കും. അത് മുഖത്തെ ചർമ്മത്തെ ടൈറ്റൻ ചെയ്യുകയും ആ റിങ്കിൾസ് കുറയ്ക്കാനും വളരെയധികം സഹായകമാണ്. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് മുഖത്തെ ചർമ്മം വരളുന്നത് തടയാൻ ഇത് വളരെയധികം സഹായകമാണ്. പൊതുവേ ആളുകൾ ഇന്ന് എണ്ണത്തേപ്പ് മുതലായിട്ടുള്ള ശീലങ്ങളിൽ വളരെയധികം വിമുഖത കാണിക്കുന്നത് കൊണ്ട് ഡ്രൈ സ്കിൻ ഒരു വലിയ പ്രശ്നമാണ് പല ആൾക്കാർക്കും. അത്തരക്കാരിൽ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. അതേപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ആക്നെ അഥവാ പിമ്പിൾസ് മുതലായവയിലും ചില അവസരങ്ങളിൽ ഇത് വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. ഓയിൽ ബേസ് ആയതുകൊണ്ട്, പക്ഷേ നല്ലപോലെ ഓയിലി ആയിട്ടുള്ള ചർമ്മമുള്ളവരാണെങ്കിൽ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അധിക സമയം വെക്കുന്നത് അത്തരക്കാരിൽ ഉചിതമല്ല. പക്ഷേ ഇത് പലതിലും ഇഫക്റ്റീവായിട്ട് കാണാറുമുണ്ട്. പിന്നെ മുഖചർമ്മത്തിന് തിളക്കം കൂട്ടാൻ ഇത് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു ഉപയോഗം സ്ട്രെച്ച് മാർക്സിലാണ്. സ്ട്രെച്ച് മാർക്സിൽ നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1-2 ഡ്രോപ്പ് കുങ്കുമാതി കൂടി ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും. ചെറിയ കുട്ടികൾക്ക് വെന്ത വെളിച്ചെണ്ണ ഒക്കെ തേപ്പിച്ചിട്ട് നമ്മൾ കുളിപ്പിക്കാറുണ്ട്. ഈ വെന്ത വെളിച്ചെണ്ണയിൽ 2-3 തുള്ളി കുങ്കുമാതി തൈലം കൂടി ചേർക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ത്വക്കിൻ്റെ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആയുർവേദ ഫാർമസി ഇറക്കുന്ന കുങ്കുമാതി തൈലത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പാക്കിംഗ് ആണ്. അതിൽ റോൾ ഓൺ പാക്കിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ബോട്ടിലിൻ്റെ അറ്റത്ത് ഒരു ബോൾ പോലെയുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് നമുക്ക് അഫക്റ്റഡ് ഏരിയയിൽ ഇത് റോൾ ഓൺ ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ.
അങ്ങനെയാവുമ്പോൾ അതാത് സ്ഥലത്ത് കൃത്യമായിട്ട് ഈ ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ. തൈലം അല്പം വില കൂടിയതാണ്, അത് കോസ്റ്റ്ലി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പാക്കിങ്ങിൻ്റെ പ്രത്യേകത. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. തൈലം ഉപയോഗിക്കുന്നതിന് മുമ്പ് മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കണം. അതിനുശേഷം നമ്മുടെ സ്പോട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പോട്ടിൽ പിഗ്മെൻറ്റേഷനുള്ള സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നോക്കി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഈ റോൾ ഓൺ പാക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് സ്പോട്ടിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജനറലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയായാലും മുഖം മുഴുവൻ ആദ്യം ഒന്ന് റോൾ ഓൺ ഉപയോഗിക്കുക. ഇങ്ങനെ റോൾ ഓൺ ഉപയോഗിച്ച ശേഷം കൈകൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മസാജ് ചെയ്ത ശേഷം ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മൈൽഡായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. അതുപോലെ ബ്ലാക്ക് ഹെഡോ വൈറ്റ് ഹെഡോ ഒക്കെ ഉള്ളവർ ഈ ഒരു തൈലം തേച്ച് ആഴ്ചയിലൊരിക്കൽ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. തൈലം തേച്ചിട്ട് വേണം ആവി പിടിക്കാൻ. അത് കഴിഞ്ഞ് നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകാം. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.